ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നു ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഇ പി ജയരാജൻ ഒരു വാർത്താ വിഷയമായി മാറുകയാണ്. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. മറ്റ് മാധ്യമങ്ങളെല്ലാം അത് ഏറ്റെടുത്തു. നമ്മൾ ഇ പി ജയരാജന്റെ സ്റ്റേറ്റ്മെന്റും കൊടുത്തു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇങ്ങനെയൊരു വാർത്ത, ഇ പി ജയരാജന്റെ ആത്മകഥയുടെ ഉള്ളടക്കം എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് ദിവസം വരുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നാണ് ഇ പി ജയരാജൻ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത് അനിൽകുമാർ? അല്ല, ഇത്തരം ഒരു വാർത്തകളും ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതാണ് എന്ന് CPM വിചാരിക്കുന്നില്ല. പിന്നെ CPM-നെ പ്രതിരോധത്തിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വ്യാജ വാർത്തകൾ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐക്കാർ ഒരാളെ തട്ടിക്കൊണ്ടുപോയി കൊന്നു, ഒരു കെവിൻ വധക്കേസ് ഉണ്ടായി. പിന്നീടാണ് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നത്. അപ്പൊ വസ്തുതകൾ അറിയാതെ തന്നെ വ്യാജ വാർത്തകൾ തെരഞ്ഞെടുപ്പ് ദിവസം സൃഷ്ടിക്കപ്പെടുന്നത് പുതിയ കാര്യമല്ല. ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഒരു കരാറുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാവണം. ഒരു പുസ്തകത്തെ സംബന്ധിച്ച് അതിന്റെ പ്രകാശനം എന്ന് പറയുന്നത് എഴുതുന്നയാൾ അറിഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. അതിനു മുമ്പ് തന്നെ അതിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന നിലയ്ക്ക് വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് സതുദ്ദേശപരമാണെന്ന് നമുക്ക് ഒരിക്കലും കാണാനാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്ക് എന്താണോ കരാർ, ആ കരാറിന്റെ പകർപ്പ് കൊടുക്കാൻ ഈ വാർത്ത നിങ്ങൾക്ക് നൽകിയവർക്ക് ബാധ്യതയുണ്ടാവും. അവരാണ് ആ ചുമതല നിർവഹിക്കണമെന്ന് മാധ്യമങ്ങൾ ആവശ്യപ്പെടുകയായിരിക്കും ഉചിതമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രതികരണത്തിന് ശ്രമിച്ചു, പക്ഷേ DC ഇപ്പോൾ പ്രതികരിക്കാനില്ല. ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പൊ നമ്മൾ കണ്ടത് ഈ പുസ്തക നിർമ്മിതി തകരാറ് കാരണം പ്രകാശന കർമ്മം നീട്ടിവെച്ചിരിക്കുന്നുവെന്നാണ്. അല്ല, അവിടെ വിഷയം അതല്ല. നമുക്കൊരു പുസ്തകം ഒരാൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ പകർപ്പവകാശ നിയമപ്രകാരം അത് പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം അവർക്ക് ലഭിക്കണം. ഒരു കരാർ ഉടമ്പടി ഉണ്ടാവണം. ആ കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം ഉടമ്പടി ഉണ്ടെങ്കിൽ അത് പുറത്തുവിടുന്നതിന് സന്തോഷമേ ഉള്ളൂ. അതെന്താണെങ്കിലും നമുക്ക് സ്വീകരിക്കുന്നതിന് സന്നദ്ധവുമാണ്. അപ്രകാരം ഒരു കരാർ ഉടമ്പടി ഇല്ലാത്തടത്തോളം കാലം അത് ഇ പി ജയരാജന്റെ വരികളാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ വയ്യ. അതെ, അപ്പൊ കോൺഗ്രസുകാരും BJP-ക്കാരും എന്നാൽ ഇത് കിട്ടിയല്ലോ തെരഞ്ഞെടുപ്പ് കാലത്തെന്ന് കരുതി വീണ്ടും വിവാദമായിട്ട് ഇറങ്ങി തിരിച്ചാൽ അതൊന്നും നാട്ടിൽ ജനങ്ങൾ കണക്കിലെടുക്കുന്നേ ഇല്ല. നമ്മുടെ നാട്ടിലെ ആളുകൾ വോട്ട് ചെയ്യുന്ന ജീവിതാനുഭവങ്ങൾ വെച്ചിട്ടാണ്, വിവാദങ്ങൾ വെച്ചിട്ടല്ല. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ സ്വാഭാവികമായും കരാറിന്റെ പകർപ്പ് ലഭ്യമാക്കേണ്ടതായിരുന്നു. അത് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയാണ് സമൂഹം ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്.